നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിന് സാധ്യത. സന്നിധാനത്ത് SITയുടെ പരിശോധന. അഹമ്മദാബാദ് വിമാനാപകടം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ക്യാപ്റ്റൻ സുമീതിന്റെ പിതാവും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സും. സ്വയം പ്രതിരോധിക്കാൻ ജീവനോടെ ബാക്കിയില്ലാത്ത പൈലറ്റുമാരിലാണ് അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ആരോപണം. പാലക്കാട്ടെ 9ാം ക്ലാസ്സുകാരന്റെ മരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. ആരോപണ വിധേയായ ക്ലാസ് ടീച്ചർ ആശയ്ക്കും പ്രധാന അധ്യാപിക ലിസിക്കും സസ്പെൻഷൻ. ഹിജാബ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പേരാമ്പ്ര സംഘർഷത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. സ്ഫോടക വസ്തു വന്നത് പോലീസ് നിന്ന ഭാഗത്തു നിന്ന്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും. UDF പ്രവർത്തകരുടെ അറസ്റ്റ്. പോലീസിന്റെ മുഖം മിനുക്കാരെന്ന് DCC പ്രസിഡന്റ്. ഷാഫി പറമ്പിലിനെ കായികമായി നേരിടുന്നത് അതിശക്തനായ നേതാവായതുകൊണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. രാജ്യത്തെ എണ്ണ നയം തീരുമാനിക്കുന്നത് ഇന്ധന ലഭ്യതയും വിലയും അനുസരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ കൈകടത്താൻ മോദി ട്രംപിന് അനുമതി നൽകിയെന്ന് രാഹുൽ ഗാന്ധി. രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായി 239-നെതിരെ ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. ഇന്ന് കളി നിർത്തുമ്പോൾ കേരളം 3-35 റൺസ് എന്ന നിലയിൽ. വിശദമായി നോക്കാം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. മരിച്ച എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഒരു സമിതിയെ രൂപീകരിച്ച് അന്വേഷണത്തിന് മേൽനോട്ടം നിർവഹിക്കണമെന്നാണ് പുഷ്കരാജ് സബർവാളിന്റെ ആവശ്യം. ഹർജി ദീപാവലി അവധിക്ക് ശേഷം കോടതി പരിഗണിക്കും. നിലവിൽ പുരോഗമിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷിക്കണമെന്നും പുഷ്കരാജ് സബർവാൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗുജറാത്ത് സർക്കാരിലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം രാജിവെച്ചു. ഉടൻ തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും ഇതിനു മുന്നോടിയായി ഗവർണർ ആചാര്യ ദേവവ്രതിനെ മുഖ്യമന്ത്രി കാണുമെന്നും സൂചനയുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി അടക്കം 17 മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത്. 8 പേർ ക്യാബിനറ്റ് പദവിയുള്ളവരും 8 പേർ സഹമന്ത്രിമാരുമായിരുന്നു. 10 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുനഃസംഘടനയെന്നാണ് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമെന്ന് രാഹുൽ പറഞ്ഞു. എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് ലഭിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് ട്രംപിന്റെ നിലപാട് തള്ളി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറക്കുമതി നയം തീരുമാനിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചാണ്. കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതേസമയം ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുകയാണ് ചെയ്തത്. എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യ താൽപര്യത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് വില കുറച്ച് രാജ്യത്തിന് പര്യാപ്തമാകുന്ന തരത്തിൽ എണ്ണ ലഭ്യത
ലഭിക്കുക അവിടെ നിന്ന് വാങ്ങുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുൻപും പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമാണെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കുന്നതിന് ട്രംപിനെ അനുവദിക്കുന്നുവെന്നും അവഗണന തുടരുമ്പോഴും അഭിനന്ദന സന്ദേശം അയക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ വിമർശനമുന്നയിക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. രാവിലെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ശബരിമലയിലും SIT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസയും കണ്ണൻ ദേവും ചേരുന്നുണ്ട്. ആദ്യം അൻഫിലിറ്റിലേക്കാണ്. അൻഫിലിറ്റ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയോ അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ദേവസ്വം വിജിലൻസ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ഉറപ്പായും മമ്പിളി, ഈ SIT FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അതായത് FIR ഇട്ടിരിക്കുന്നത് 2 കേസുകളാണ്. ഒന്ന്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉരുക്കിയ കേസ്, ഒരു FIR-ഉം. രണ്ടാമത് പാളികളുമായി ബന്ധപ്പെട്ട സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു FIR-മാണ്. ഈ 2 കേസിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അറസ്റ്റ് വൈകുന്നതോടും അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് വൈകുന്തോറും അന്വേഷണ സംഘത്തിന് നേരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം, രേഖകൾ ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിലെത്തുന്നു. അവിടെ എത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത്. ഇപ്പോഴും തുടരുകയാണ് ചോദ്യം ചെയ്യൽ. കാരണം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടത്. തെളിവുകൾ നിരത്തിയാണ് ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമാണ്, അതായത് ഇതിനൊരു ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഇത്രയേറെ വർഷങ്ങൾ അവിടെ ശബരിമലയുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ വലിയൊരു കൊള്ള നടത്തുകയും ഒക്കെ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിക്കോ മാത്രമായി ചെയ്യാവുന്ന ഒരു പരിസരമല്ല അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓരോ ഭരണകാലത്തും ഉണ്ടായിരുന്ന ഓരോ ഭരണസമിതികളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥരെയൊക്കെ പ്രതി ചേർത്ത് വിരമിച്ചവരടക്കമുള്ളവരെയൊക്കെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആ ഒരു തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി അറിയണമെങ്കിൽ ഈ പോറ്റിയിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഉത്തരം ലഭിച്ചേ മതിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെയും ഈ സ്വർണത്തിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളത്, ഇതിനോടകം ഹൈക്കോടതിയിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു 989 ഗ്രാം, അതായത് ഒരു 78 പവൻ്റെ ഒരു സ്വർണം എന്നാണ് കണക്കിലാണ് ഉള്ളത്. എന്നാൽ വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ 1.5 കിലോയോളം സ്വർണം മോഷണം പോയി എന്നാണ്. അങ്ങനെ 1.5 കിലോയോളം സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ, അല്ലെങ്കിൽ ഈ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് നേരത്തെ വിജിലൻസ് പരിശോധിച്ച മൊഴിയിലൊക്കെ തന്നെ ഇദ്ദേഹം പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പല രീതിയിലാണ് മൊഴികൾ നൽകിയത്. പക്ഷേ SIT ആദ്യമായാണ് ഈ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു, ശബരിമലയിൽ ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത്, മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിലാണ് ഇത്, എവിടെയാണ് ഈ സ്വർണത്തിൻ്റെ ഉരുക്കി മാറ്റിയത്, എവിടെ വെച്ചായിരുന്നു, ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹം ചെന്നൈയിലാണ്, പക്ഷേ അതിനു മുമ്പ് ബംഗളൂരുവിൽ പോകുന്നു, ഹൈദരാബാദിൽ പോകുന്നത് എവിടെ വെച്ചായിരുന്നു, ഈ തൊണ്ടി മുതൽ മാറ്റിയെടുക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയാൽ മാത്രമേ SITക്ക് 10 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ തെളിവുകളൊക്കെ ലഭിച്ചാൽ മാത്രമേ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. മാത്രവുമല്ല ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയും വലിയ രീതിയിലൊരു സമ്മർദ്ദം SITക്ക് മുന്നിലുണ്ട്. ഈ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ അന്വേഷണത്തിൽ നീക്കം നടത്തുകയും പോറ്റിയെ കസ്റ്റഡി എടുക്കുകയും ചെയ്യുന്നത്. ഇനി അറിയേണ്ടത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായും രാത്രിയാണെങ്കിൽ കൂടെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. നിലവിലായ FIR റാന്നി കോടതിയിലാണ്. അങ്ങനെയെങ്കിൽ റാന്നി കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുകയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ റിമാൻഡ് ആവുകയോ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി നേരിട്ട് എടുത്തിരിക്കുന്ന ഒരു കേസിൻ്റെ സാഹചര്യത്തിൽ കൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ അടയുകയാണ്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് അടക്കമുള്ള ഹൈക്കോടതി നിർദ്ദേശമൊക്കെയുണ്ട്. രാവിലെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഒപ്പം തന്നെ ശബരിമലയിൽ SIT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി കണ്ണൻ ദേവ്
ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ SIT സന്നിധാനത്തെത്തിയിരുന്നു. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അതെ അമ്പിളി, കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് തന്നെ SIT ശബരിമല സന്നിധാനത്തെത്തി കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതായത് വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ അവർ വീണ്ടും ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുകയായിരുന്നു സന്നിധാനത്ത്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായതിനു ശേഷം വീണ്ടും SIT സന്നിധാനത്ത് പരിശോധന നടത്തുന്നു എന്നതാണ് പ്രധാന കാര്യം. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് ഉള്ളത്. അവർ ഈ വിജിലൻസ് കൈമാറിയ വിവരങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും ഈ സന്നിധാനത്ത് നിന്നും സ്വർണ്ണപ്പാളി വിഷയത്തിൽ എന്തെങ്കിലും കിട്ടുമോ എന്നതടക്കം പരിശോധിക്കുകയാണ്. അതായത് വിജിലൻസ് കണ്ടെത്താതെ പോയ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ വിജിലൻസിന്റെ ശ്രദ്ധയിൽ ചെറിയ രീതിയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കൂടുതലായി അറിയാനുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ സന്നിധാനത്ത് SIT തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അവിടെ നിന്നും ഇനിയിപ്പോൾ റാന്നി കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. ഇനിയിപ്പോൾ സമയം വൈകിയാൽ തന്നെ ചിലപ്പോൾ മജിസ്ട്രേറ്റിനെ നേരിട്ട് വീട്ടിലെത്തിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കാണിക്കുകയോ ചെയ്യുകയായിരിക്കും നടക്കുക. അതായത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മിക്കവാറും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ വീണ്ടും വിടാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇത് ഹൈക്കോടതി ഇടപെട്ട പ്രത്യേക കേസാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിലേക്ക് വിടാൻ തന്നെയാണ് സാധ്യത. ഈ സന്നിധാനത്ത് അടക്കമുള്ള ഈ പരിശോധനകൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഈ SIT സംഘം അവിടെ നിന്നും മലയിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനാണ് സാധ്യത കൂടുതൽ. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം ശബരിമലയിലും SIT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അൺഫ്ലി ഡിസൂസയും കണ്ണൻ ദേവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, സമ്പത്തുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലവിലുള്ള സംവിധാനം മാറണം. ശ്രീകോവിലിൽ പോലും ശുദ്ധിയില്ല. അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു എന്നും സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ഒരു സത്യസത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളത് എല്ലാം മോശമാണ്. ഇല്ലെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്, കൊച്ചിയില്ലേ, കൊച്ചി ദേവസ്വം ബോർഡില്ലേ, മലബാർ ദേവസ്വം ബോർഡില്ലേ. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങളുടെ കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല, പരിസരവും നന്നാകില്ല. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കും. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, വർഷങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ബഹ്റൈനിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയ ഒരു സ്വീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അമ്പിളി, ഇന്ന് പുലർച്ചെ 12:40 തിരുവനന്തപുരത്തു നിന്നുള്ള ഗൾഫ് എയർ വിമാനത്തിലാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് ജേക്കബും പ്രവാസി വ്യവസായി വർഗീസ് കുര്യൻ, പ്രവാസി മലയാളി സംഗമം സ്വാഗത സംഘാംഗങ്ങൾ, അതുപോലെ ലോക കേരള സഭ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. അമ്പിളി സൂചിപ്പിച്ചതുപോലെ 8 വർഷത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉജ്ജ്വല സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ബഹ്റൈനിലെ ഇടത് അനുകൂല സംഘടനകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്ന് ആണ് നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പ്രവാസി മലയാളി സംഗമം നടക്കുക. സംഗമത്തിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബും മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്ന മന്ത്രി സജി ചെറിയാനും അതുപോലെ തന്നെ പ്രവാസി വ്യവസായി MA യൂസഫ് അലി എന്നിവരെല്ലാം ഈ പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കും.
പ്രവാസി ക്ഷേമത്തിനായി സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള സർക്കാരിന് കീഴിലുള്ള നോർക്ക പ്രവാസികൾക്കായി ഈയിടെ നോർക്ക കെയർ എന്ന പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അത് കൂടാതെ പ്രവാസി സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാന കേരളം എന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പര്യടനം മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഈയിടെ ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിരുന്നു. എന്തായാലും ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം ഗൾഫ് പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹ്റൈൻ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന മുഖ്യമന്ത്രി ഈ മാസം 24-ന് ഒമാനിൽ പര്യടനം നടത്തും. തുടർന്ന് ഖത്തർ, കുവൈറ്റ്, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള അപേക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ അനുകൂല പ്രവാസി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം നാട്ടിലത്തെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള പോലീസ് അതിക്രമം എന്ന UDF അനുകൂല സംഘടന അല്ലെങ്കിൽ UDFന്റെ പരാതികളുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നാണ് UDF അനുകൂല അല്ലെങ്കിൽ BJP അനുകൂല പ്രവാസി സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. അമ്പിളി. വിജയൻ ബഹ്റൈനിലെത്തി. നാളെ വൈകിട്ട് 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് കൈമൾ. തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ച 6 പേർ ആശുപത്രിയിൽ. കുമ്പച്ചൽക്കടവ് സ്വദേശി മോഹനൻ കാണിയും കുടുംബാംഗങ്ങളുമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂൺ പാചകം ചെയ്ത് കഴിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മോഹനൻ കാണിയുടെ ഭാര്യ സാവിത്രി, മകൻ അരുൺ, മരുമകൾ സുമ, മകന്റെ കുട്ടികളായ അനശ്വര, അഭിഷേക് എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ 9 വയസ്സുള്ള അഭിഷേക്, 14 വയസ്സുള്ള അനശ്വര എന്നിവരുടെ നില ഗുരുതരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സുമ ഒഴികെയുള്ള എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 6 പേരും നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പാലക്കാട് 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. വിദ്യാഭ്യാസ മന്ത്രിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സ്കൂൾ മാനേജ്മെന്റ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ലാസ് ടീച്ചറിനെതിരെ രക്ഷിതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വിഷയം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തതോടെയാണ് സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തത്. സഹപാഠിയുടെ മരണത്തിൽ രാവിലെ മുതൽ തന്നെ സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര യോഗം ചേരുകയും ചെയ്തത്. ഒപ്പം DEO, AEO എന്നിവർ സ്കൂളിലേക്ക് എത്തുകയും വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. വകുപ്പ് തല അന്വേഷണം തുടരുമെന്നും മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിയെ അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബവും ഒരു വിഭാഗം വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ്, അവരുടെ മകനായിരിക്കും. ഒരു ടീച്ചർ സ്വന്തം മക്കളെ പോലെ 55 പേരുണ്ടെങ്കിൽ 55 പേര് സ്വന്തം മക്കളെ പോലെ കരുതണം. അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ 15 വയസ്സായി 14 വയസ്സായി കുട്ടിയോട് സംസാരിക്കേണ്ട രീതിക്കെല്ലാം സംസാരിച്ചെന്നാണ് ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ. നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് സത്യാവസ്ഥ നിന്ന് കൊണ്ടുവരണം. കാരണം ഞാൻ തലേദിവസം തിങ്കളാഴ്ച പോയി പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കിയിട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ അർജുനെ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ മരണത്തിന് കാരണക്കാരിയായ അധ്യാപികയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കുഴൽമന്ദം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഹിജാബ് വിഷയത്തിൽ നിലപാട് വീണ്ടും കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി രംഗത്ത് വന്നു. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കേണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റിനു വേണ്ടി സംസാരിക്കേണ്ടത് അഭിഭാഷകയോ PTA പ്രസിഡന്റോ അല്ല എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമത്തിന് മാനേജ്മെന്റ് കൂട്ടുനിൽക്കുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. വിദ്യാഭ്യാസ ചട്ടത്തിൽ NOC നിഷേധിക്കാൻ DGക്ക് അധികാരമുണ്ടെന്ന കാര്യവും മന്ത്രി ഓർമ്മിപ്പിച്ചു. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിജാബ് വിവാദം ആളിക്കത്തിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയം പരിഹരിക്കണം. വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ടെന്നും സതീശൻ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ എത്തിയത് എല്ലാം നല്ല പിള്ളേരാണെന്നും എല്ലാവരും ഒരുമിച്ച് പോകുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറേ ആളുകൾക്ക്. അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്ത് ചെയ്യുന്നു, ആ വിഷയം ചെന്ന് പരിഹരിക്കുക. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്, ചർച്ച ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. നല്ല ഒരു ടീം വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡൻ്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ. നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ്. അവർ ടീമായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നേ. കൊച്ചിയിലെ ശിരോവസ്ത്ര വിവാദത്തിൽ പ്രതികരിച്ച് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്നാണ് DYFI നിലപാടെന്നും അനാവശ്യ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് ഒരു കലാപവും ഉണ്ടാകില്ലെന്നും സനോജ് കൂട്ടിച്ചേർത്തു. മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്, മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവ്വം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട്. കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദികൾ അവരുടെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി അതിന് കുടപിടിക്കുന്നുവെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു. മന്ത്രിക്ക് SDP-യുടെ സ്വരമെന്നും പ്രശ്നം വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു. സ്കൂൾ അധികൃതർക്ക് ന്യായമായ അവകാശങ്ങളുണ്ടെന്നും അത് ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് മുട്ടുമടക്കേണ്ടതാണോ എന്നും MT രമേശ് ചോദിച്ചു. എറണാകുളത്ത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. യൂണിഫോമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിരവധി കോടതികളുടെ വിധികളുണ്ട് എന്നുള്ളത് ശിവൻകുട്ടിക്ക് അറിയാത്തതാണ്. ആ വിധികൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിനു പകരം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ SDP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതസാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കിയവർ സർക്കാരിനോട് യോജിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അത് മനസ്സിലാക്കാത്തവരാണ് പ്രതിഷേധിക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെതിരെ സമ്മർദ്ദം ശക്തമാക്കി ക്രൈസ്തവ സഭകൾ രംഗത്ത് വരുമ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിച്ച് ചെയ്യുന്നുണ്ട്. അത് അവരുടെ അവകാശം നടത്തിക്കോട്ടെ.
CPM പരിപാടിയിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ച നേതാക്കൾ VS അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാര വിതരണ ചടങ്ങിലേക്കാണ് ക്ഷണം. കുട്ടനാട്ടിൽ ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ MA ബേബി, MV ഗോവിന്ദൻ, സജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അനുനയ നീക്കം. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, R നാസർ എന്നിവർ വീട്ടിലെത്തി ജി സുധാകരനെ കാണുകയായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും പിടിച്ചു നിൽക്കുന്നതടക്കം 6 ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. UDF പ്രവർത്തകർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPക്കെതിരായ അതിക്രമത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ പ്രതിഷേധം ഉയർന്നതോടെ അത് മറയ്ക്കാൻ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് KPCC അധ്യക്ഷനും വ്യക്തമാക്കി. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഗ്രനേഡും ടിയർ ഗ്യാസും പ്രവർത്തകർക്കിടയിൽ വീണുപൊട്ടുന്നതും വടകര DYSP ടിയർ ഗ്യാസുമായി നിൽക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. CPMുകാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടെന്ന് പേരാമ്പ്ര DYSP സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടെ തന്നെയാണ് പോലീസും നിന്നിരുന്നത്. ആ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. ഗ്രനേഡ് വന്ന അതേ ഭാഗത്തു നിന്ന്, പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്തു നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്ന വിഷയമാണിത്. 36 സെക്കൻഡ്. അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ, 2 ഭാഗത്തിൽ വിശ്വസിച്ചുണ്ട്. പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കുന്ന ഹരിപ്രസാദ് DYSP ഒരു കയ്യിൽ ഗ്രനേഡും ഒരു കയ്യിൽ ലാത്തിയുടെ പോകുന്നത്. ഗ്രനേഡിന്റെ പിന്നി വലിക്കുമ്പോൾ MB ഉണ്ട് അപ്പുറത്ത് മറ്റൊരു പോലീസ് പറയുന്നു. സംഭവം നടന്ന 4ാം ദിവസം കരിമരുന്ന് പുരണ്ട നൂൽ, ഇരുമ്പു ചീളുകൾ എന്നിവ കണ്ടെത്തിയെന്ന പോലീസ് വാദം UDF തള്ളി. അങ്ങനെ തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്നിട്ടതാകുമെന്നാണ് ആരോപണം. ഷാഫി പറമ്പിൽ MPക്കെതിരായ അക്രമം അപലപനീയമെന്നും പ്രതിഷേധം ശക്തമായതോടെ അത് മറയ്ക്കാനുള്ള കള്ളമാണ് പോലീസും CPMും നടത്തുന്നതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസുണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷാഫിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അതിന് വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. രാഷ്ട്രീയത്തിനുപരി ആ പ്രതിഷേധം ഉയർന്നു വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് CPM നേതൃത്വം വന്നിട്ടുള്ളത്. UDF പ്രവർത്തകരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ പോലീസ് അതിക്രമം തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും ഇതിന്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുത്താലും പ്രശ്നമില്ലെന്നും മുരളീധരൻ മലപ്പുറത്ത് പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി വേണം അന്വേഷിക്കാൻ. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ആ ജില്ലയിൽ ഞങ്ങളുടെ സമരമായിട്ട് മുന്നോട്ട് നീങ്ങും. മാത്രമല്ല, അങ്ങനെ ജനപ്രതിനിധികളുടെ കൈയും കാലൊക്കെ തലി ഒടിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരും. കാരണം സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ എല്ലായിടത്തും ഉണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. ഭരണകക്ഷിക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. കോൺഗ്രസ് ദൃശ്യം പുറത്തുവിട്ടതോടെ പോലീസിന്റെ വാദം കള്ളമെന്ന് തെളിഞ്ഞുവെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്ത്. മുഖം നഷ്ടപ്പെട്ട പോലീസിനെ സംരക്ഷിക്കാൻ CPM തിരക്കഥ ചമയ്ക്കുകയാണ്. അതിനനുസരിച്ചാണ് SPയും DYSPയും പ്രവർത്തിക്കുന്നതെന്നും KM അഭിജിത്ത് കോഴിക്കോട് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൃത്യമായി തന്നെ ഇത് തെളിവ് സഹിതം, കാരണം 2 ദിവസമായി CPMന്റെ തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസിന്റെ വാദങ്ങളെല്ലാം അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ആ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയിച്ചുകൊണ്ടാണെന്ന് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മുഖം നഷ്ടപ്പെട്ടു പോയ പോലീസിനെ സംരക്ഷിക്കാൻ CPM ഉണ്ടാക്കിയ ചില തിരക്കഥകളും അതിനനുസരിച്ച് ആടുന്ന SPയും DYSPയുമാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ഫോടനവും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ മണിക്കൂറുകളോളം ഉപരോധിച്ചു. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയ 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രഖ്യാപനം നടത്തിയിട്ട് 1 വർഷവും 3 മാസവും പിന്നിടുകയാണ്. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനെ കാണാൻ ദുരിതബാധിതർ നേരിട്ടെത്തിയത്. ഉറപ്പു നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് കലക്ടർ രേഖാമൂലം അറിയിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുവാൻ ജില്ലാ കലക്ടർ വിസമ്മതിച്ചതോടെ സമരക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പദ്ധതി നടപ്പിലാക്കാതെ പിരിഞ്ഞു പോകില്ലെന്നും അധികാരികൾ പലതവണ തങ്ങളെ കബളിപ്പിച്ചെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കലക്ടർ നമ്മൾ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു, ആദ്യം 1031 പേർക്കും ചികിത്സ നൽകുമെന്ന് പറഞ്ഞു. പിന്നെ ചികിത്സക്ക് വേണ്ടി പോയപ്പോൾ ചികിത്സ തരാൻ പറ്റില്ല പറഞ്ഞു. വീണ്ടും നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പോകുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നു. 1 വർഷം 3 മാസം കഴിഞ്ഞു. ഇനെന്തെന്ന് നമ്മളിങ്ങനെ കാത്തിക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ സാറിനെ കണ്ടപ്പോൾ പറയുന്നത് എന്തോ ക്യാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട്, അതുവരെ എപ്പോൾ വരും അതവർക്ക് അറിയില്ല. നമ്മൾക്ക് ഇനി കാത്തിക്കാൻ പറ്റൂല. ഇനി അവർക്കും വയസ്സായി പോയി, ആ കുട്ടികൾക്കും വയസ്സായി, അമ്മമാർക്കും വയസ്സായി. അപ്പം നമ്മ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. ഇവിടെ ഇല്ല 1/2 മണിക്കൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗണ്ട് കേട്ടിട്ട് വരുന്നത്. അപ്പം അവർ 24 മണിക്കൂർ ഒരു ദിവസം 24 മണിക്കൂർ ഉറങ്ങാത്ത അമ്മമാരാണ് ഇവിടെ ഉള്ളത്. നമുക്കെന്നെ ഇത് കാണുമ്പോൾ ബേജാറാകുന്നു. 2024 മുഖ്യമന്ത്രി 1031 പേർക്ക് സഹായം നൽകുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ, പെൻഷൻ, ആംബുലൻസ് സൗകര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഗ്ദാനം. എന്നാൽ പ്രഖ്യാപനം നടത്തി 1 വർഷവും 3 മാസവും പിന്നിടവേ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കലക്ടറെ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയം ഇനി മലപ്പുറം സ്വദേശിയിൽ മിടിക്കും. മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവിതം നൽകുന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസിലാണ് ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതോടെ പ്രശ്നം പരിഹരിക്കാൻ സംയുക്ത സമിതിയെ നിയോഗിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സമിതിക്ക് രൂപം നൽകിയത്. സമസ്ത ഇ.കെ. വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു സമിതി പ്രഖ്യാപനം. 2 തങ്ങൾമാർക്കും പുറമെ MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി, മൂസക്കുട്ടി ഹസ്രത്ത്, സൈനു ആബിദ്ദീൻ സഫാരി, അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവരാണ് മറ്റു സമിതി അംഗങ്ങൾ. സമസ്തയുടെ 100ാം വാർഷികവും തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെയാണ് പ്രശ്നപരിഹാരത്തിനായുള്ള സംയുക്ത നീക്കം. സമസ്തയും ലീഗും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചതിന് പിന്നാലെയാണ് നാസർ ഫൈസി കൂടത്തായും ഉമ്മർ ഫൈസി മുക്കവും കൊമ്പുകോർത്തത്. ഇതിനു പിന്നാലെ സമസ്ത ജംഇയ്യത്തുൽ കുത്തുബ ജനറൽ സെക്രട്ടറി സ്ഥാനം നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും സമസ്തക്കെതിരെ രംഗത്തു വന്നിരുന്നു. സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് KM ഷാജി നടത്തിയത്. സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് ഇരു നേതൃത്വങ്ങളും പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാനാണ് സാധ്യത. തുലാവർഷത്തിന് തുടക്കമാകുന്നതിനാൽ ഇന്ന് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതോടെയാണ് തുലാവർഷത്തിന് ആരംഭമാകുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. രാവിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ലഭിച്ചു. അടുത്ത ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണെങ്കിലും പിന്നീട് മഴ ശക്തിപ്പെട്ടേക്കും. മറ്റന്നാൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിൽ മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കുവാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കൊട്ടാരക്കരയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പാരിപ്പള്ളി അമൃത സ്കൂളിലെ കൊമോക് സ്വർണം നേടി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ വിഭാഗത്തിലാണ് കൊമോക് ഈ നേട്ടം കൈവരിച്ചത്. അരുണാചൽ പ്രദേശ് സ്വദേശിയായ കൊമോക് അമൃതാനന്ദമയി മഠത്തിന്റെ സംരക്ഷണയിൽ പാരിപ്പള്ളി അമൃത സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 239-നെതിരെ ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. 2ാം ദിനം മഴയെ തുടർന്ന് നേരത്തെ കളി നിർത്തുമ്പോൾ കേരളം 3-ന് 35 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റ് വീഴ്ത്തിയ രജനീഷ് ഗുർബാനിയാണ് കേരളത്തെ തകർത്തത്. സച്ചിൻ ബേബിയും സഞ്ജു സാംസണുമാണ് ക്രീസിലുള്ളത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ മഹാരാഷ്ട്രയെ 5 വിക്കറ്റ് നേടിയ MD നിധീഷാണ് തകർത്തത്. NP ബേസിൽ 3 വിക്കറ്റ് വീഴ്ത്തി.